ഇപ്പോൾ മിക്ക വീടുകളിലും കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കണിക്കൊന്ന ഇങ്ങനെ പൂത്ത് കിടക്കുന്നത്. വിഷു ആകുമ്പോഴത്തേക്കും ഇതൊക്കെ തീർന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ പരിസരങ്ങളിലൊക്കെ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചേക്കുന്നത് കൊണ്ട് എന്നും പഞ്ചായത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വരും. ഇന്ന് ആശാവർക്കർ ചേച്ചിയായിരുന്നു വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഓടി വന്നപ്പോഴത്തേക്കും നമ്മുടെ സ്ഥിരം മീൻകാരിയമ്മ വന്നിട്ടുണ്ട്. സ്ഥിരം നമുക്ക് മീൻ തരുന്ന അമ്മയാണ്. അപ്പോൾ ഞാൻ ക്യാമറ എടുത്തപ്പോൾ അമ്മ പറഞ്ഞു, മോളെ എൻ്റെ പടവും കൂടി പിടിച്ചോളാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മേനും കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇന്ന് കൊണ്ടുവന്നത് പുഴയിലെ കെട്ടിയിൽ നിന്ന് പിടിച്ച സിലോപ്പി മീനും വേളൂരി മീനുമാണ്. വേളൂരി ഇവിടെ വാങ്ങാറില്ല, കാരണം അപ്പൂന് ചെറിയ മീൻ അവൻ കഴിക്കില്ല, മുള്ളുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിലോപ്പി മീനാണ് വാങ്ങിച്ചത്. നല്ല വലിയ മീനാണ്, എനിക്കിത് വെട്ടാൻ അറിയില്ല. അപ്പോൾ അത് അമ്മ ഉള്ളതുകൊണ്ട് അമ്മ ഹാൻഡിൽ ചെയ്തോളും. അങ്ങനെ അമ്മ നല്ല മുളകാറും വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ രാവിലത്തെ പയറ് കറിയും നല്ല മീൻ വറുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് നല്ലൊരു പിടി പിടിച്ചു. മോനെ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഫുഡ് കഴിച്ചത്. വൈകിട്ട് 4 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ അപ്പൂനെ വിളിക്കാൻ വേണ്ടി പോകുന്ന ടൈമാണ്. കുറച്ച് ദൂരം നടന്നാലാണ് അപ്പൂന് ബസ് വരുന്ന സ്റ്റോപ്പിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പാലും കൂടി വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദൂരം അങ്ങ് നടക്കാനുണ്ട്. പോകുന്ന വഴിക്ക് ഞാൻ പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് പാല് വാങ്ങിക്കുന്ന വീട്ടിലെത്തി. അതിലിരിക്കുന്ന ഒരു കുപ്പി പാല് എനിക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പാലൊക്കെ എടുത്തു. ഇനി നമുക്ക് അപ്പൂനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പൂൻ്റെ ബസ് വരാൻ കുറച്ച് ടൈമും കൂടി എടുക്കും. അതുവരെ നമുക്കിവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാം. ഈ ഒരു കയറ്റം കയറി അങ്ങ് അറ്റത്ത് എത്തുന്ന അവിടെയാണ് അവൻ്റെ ബസ് വരുന്നത്. അവിടെ നിന്ന് അവൻ താഴെ ഇങ്ങ് ഇറങ്ങി പോകുന്നുള്ളൂ. ഞാനപ്പോൾ ഇവിടെ നിൽക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ അച്ചൂസിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് വന്നിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അച്ചൂസും എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. എല്ലാ വീടുകളിലും കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, പുറകിലൊക്കെ കണിക്കൊന്ന പൂത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ പതിയെ അവിടെ നിന്ന് നടന്ന് വന്നോളും. ആൾ വരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാമെന്ന് ആൾക്ക് മനസ്സിലായിട്ടില്ല. ആളവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ തന്നെ. ആളിങ്ങനെ വികൃതി തരങ്ങളൊക്കെ കാണിച്ചിട്ടാണ് വീട്ടിൽ എത്തുന്നത്. വലിയ വണ്ടിയൊക്കെ പോകുന്ന റോഡായതുകൊണ്ട് എനിക്ക് അവൻ ഒറ്റയ്ക്ക് വിടാനായിട്ട് പേടിയായിട്ടാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ആൾ പറയും ഞാൻ ഒറ്റയ്ക്ക് വന്നോളാമെന്ന്, പക്ഷേ എനിക്ക് പേടിയാണ്. അപ്പോൾ വണ്ടികളൊക്കെ വരുന്ന ആൾക്കാരൊക്കെ അവനെ നോക്കുന്നുണ്ട്, ഇവൻ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെ അവൻ അടുത്തെത്താറായപ്പോഴത്തേക്കും അവൻ മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ കൈ കൊണ്ട് എക്സ്പ്രഷൻ കാണിക്കുന്നതാണ് ഫോൺ മാറ്റുന്നത്. ഇനി സ്ഥിരമുള്ളൊരു കലാപരിപാടി ഉണ്ട്. അടുത്തെത്താറാകുമ്പോഴത്തേക്കും ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും. അപ്പോൾ അത് ഇന്നും കാണിച്ചു തരാം കേട്ടോ. ഓടി വന്നിട്ടാണ് എന്നും എൻ്റെ അടുത്തോട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കും. ഇനി സ്കൂളിലെ വിശേഷങ്ങൾ പറച്ചിലായി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾക്ക് ചായ കുടിക്കാൻ ടൈം ഉണ്ടാവില്ല, കാരണം നേരെ കളിക്കാൻ പോവും. നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അവന് കളിക്കാൻ ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവന് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് കളിക്കാനായിട്ട്. ഇനി ഒരു 7 മണിയാകുമ്പം അവനെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളിച്ചാൽ വന്ന് ചായ കുടിക്കും, ഇല്ലെങ്കിൽ ഇല്ല. ഫുൾ കളിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ വിശേഷങ്ങളും വലിയ വീഡിയോസ് പിന്നാലെ വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടുക.